കണ്ണൂർ പാലത്തായി കേസാണ്. 4-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജനെ കോടതി മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ കേസിൻ്റെ തുടക്കം 2020-കളിലാണ്. ആദ്യം ചൈൽഡ് ലൈനിൽ ലഭിച്ചൊരു പരാതി അവിടുത്തെ ലോക്കൽ പോലീസ് പാനൂർ ലോക്കൽ പോലീസിന് കൈമാറുന്നു. ലോക്കൽ പോലീസ് ഈ കേസ് ആദ്യം അന്വേഷിക്കുക ഇതൊരു വ്യാജ പരാതിയാണെന്നാണ് അന്ന് അവർ തീർപ്പ് കൽപ്പിച്ചത്. അന്നത് വലിയ പ്രതിഷേധവും വിവാദമൊക്കെ ആയി. മറുവശത്തൊരു BJP നേതാവാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് വരുന്നു. ക്രൈംബ്രാഞ്ച് വന്നിട്ട് അന്വേഷിച്ചിട്ടും അതിൻ്റെ അകത്ത് പോക്സോ വകുപ്പ് ചുമത്താതെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഈ കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. അവരാണ് ഈ കേസിൽ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലാണ് ഇന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. ഇതിലേക്കാണ് ആദ്യം അജിംസ് 5 അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചൊരു കേസാണ് ഇതെന്നാണ്. കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് നിലവിലെ അധികാരത്തിലിരിക്കുന്ന CPM, മറുവശത്ത് BJPയുടെ ഒരു നേതാവ് കൂടിയിട്ടായിട്ടുള്ള അധ്യാപകൻ, അവിടെ അത്തരത്തിലൊരു BJP നേതാവും അധ്യാപകനുമായ പത്മരാജനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ലേ ഒരു ഘട്ടം വരെ അവിടുത്തെ പോലീസ് സ്വീകരിച്ചിരുന്നത്? അതിന് പിന്നിലൊരു ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രശ്നം കൂടി ഇല്ലായിരുന്നു. ഈ പാലത്തായി കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പോക്സോ കേസാണെന്നുള്ളത് മാത്രമല്ല, ആ ഒറ്റ കേസോടുകൂടി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ പറ്റിയുള്ള 2 പ്രധാന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നു. അതിലൊന്ന്, പോലീസ് സേനയിലെ RSSൻ്റെ സ്വാധീനം എന്താണ് എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യാവുന്നത് പാലത്തായി കേസിലാണ്. അതിന് കാരണം മറ്റു ഏതെങ്കിലും ഒരു ഘടകങ്ങൾ സ്വാധീനിക്കാതെ ഒരു പോക്സോ കേസിലെ പ്രതിക്കെതിരെ അനാവശ്യമായി പോലീസ് അന്വേഷണം വൈകിപ്പിക്കുക, അറസ്റ്റ് വൈകിപ്പിക്കുക. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇതിൽ പരാതി കൊടുത്തിട്ടും ഏപ്രിൽ അവസാന വാരമോ മറ്റാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അത് 2020 ലോക്ക്ഡൗൺ സമയം കൂടിയാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിന് പല ലോജിസ്റ്റിക്കൽ പ്രശ്നമൊക്കെ പറയാമെങ്കിൽ പോലും ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ FIR ഇടുന്നില്ല, ആളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. നാട്ടുകാർക്ക്, പല സംഘടനകൾക്ക് സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അസ്വാഭാവികത അന്ന് തന്നെ മണത്തു. അന്ന് സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ്. ശൈലജയോട് ചോദിക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അറസ്റ്റ് ചെയ്തായിരുന്നു എന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഒന്ന് അവർക്കറിയാം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും അവർക്കറിയാം. അവർ സ്ഥലം MLA കൂടെയാണ്. സ്ഥലം MLA ആണ്, സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അത് ഈ കുട്ടികളുടെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണ് പറയുന്നത്. അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിലുള്ള RSS സ്വാധീനം, ആ സ്വാധീനത്തെ ചെറുക്കാൻ 1-ാം പിണറായി വിജയൻ സർക്കാരിനും 2-ാം പിണറായി വിജയൻ സർക്കാരിനും കഴിഞ്ഞില്ല. അങ്ങനെ കഴിവില്ല, ആ ഭരണകൂടത്തിന് ത്രാണിയില്ല എന്നുള്ളത് ആദ്യമായി എക്സ്പോസ്ഡ് ആയ ഒരു സംഭവമാണ് പാലത്തായി കേസ്. അതിന് മുമ്പ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് വിളിച്ചു പറയുന്നു, അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വേറെ ഒരു കാരണം അതിനില്ല. ഒന്ന്, ആദ്യത്തെ അന്വേഷണ സംഘം ഈ പറയുന്ന പോക്സോ കേസ്, ക്രൈംബ്രാഞ്ച് പോക്സോ കേസ് ചുമത്തുന്നില്ല. എന്തുകൊണ്ട് പോക്സോ കേസ് ചുമത്തുന്നില്ല? അതിന് ന്യായീകരണമില്ല. അതായത് 10 വയസ്സുള്ളൊരു കുട്ടിയെ പീഡിപ്പിച്ചൊരു കേസിൽ പോക്സോ കേസ് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതിനൊറ്റ കാരണമുള്ളൂ, അയാളെ രക്ഷിക്കണം. പോക്സോ കേസില്ലാതെ എങ്ങനെ FIR കൊടുത്ത് കുറ്റപത്രം കൊടുത്ത് അയാളെ രക്ഷിക്കണം എന്നുള്ളൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ നാട്ടുകാർ, ബന്ധുക്കൾ ആ സമരം ചെയ്ത് അതിൻ്റെ പുറകിൽ നിന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു. പോക്സോ കേസ് ചുമത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ കേസേ ഉണ്ടാവില്ല. അതിനുള്ള ശ്രമം നടന്നിരുന്നു. എന്തൊക്കെ ശ്രമം നടന്നത്? ഈ കുട്ടിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പോലീസ് അന്വേഷണ സംഘം തന്നെ പ്രചരിപ്പിച്ചു. സാധാരണ രീതിയിൽ ഒരു പോക്സോ കേസുണ്ടായാൽ ആ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റോള് വളരെ നിർണായകമാണ്. കാരണം ഈ കേസ് കഴിയുന്നവരെ, ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നവരെ ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. വീട്ടുകാർക്ക് പോലും റൈറ്റ് ഇല്ല അതിൽ. ഈ കുട്ടിയെ സാക്ഷിയാണ്, ആ കേസിലെ പ്രധാന സാക്ഷി എന്ന നിലയിൽ ഈ സാക്ഷിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലയാണ്. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും കോടതിയിൽ മറുപടി പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കാതെ അന്വേഷണ സംഘം ഈ കുട്ടിയെ കൊണ്ട് കോഴിക്കോട് ഒരു മനോരോഗ വിദഗ്ധനാകുന്നു അടുത്ത് വന്നു. ഈ കുട്ടി മാനസിക വിഭ്രാന്തിയാണ്, ഇല്ലാത്തത് വിളിച്ചു പറയുന്നത് പോലീസ് ആഖ്യാനം ഉണ്ടാക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡിയാണ്. ആ ബോഡി അറിയാതെ ഈ കുട്ടിയെ കൊണ്ട് പോവാണ്. അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് നൽകണമെങ്കിൽ പോലും അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി നടക്കാം. ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ, ആ കുട്ടിയുടെ കേസ് ഡിസ്പോസ് ചെയ്യുന്നവരെ കുട്ടിയുടെ കസ്റ്റോഡിയൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അവരറിയാതെ പോലീസ് ഈ കുട്ടിയെ കൊണ്ട് പോവുകയാണ്. അതിനർത്ഥം എന്താണ്? അപ്പോൾ ആ കേസ് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഇയാൾ അറസ്റ്റുകാരനായതുകൊണ്ട് മാത്രമാണ്. ഞാൻ രണ്ടാമത്തെ ഒരു കേസ് പറയാൻ കാരണം, രണ്ടാമത്തെ ഘടകം ഈ സർക്കാരിൻ്റെ ദൗർബല്യം എന്നല്ല, സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പോക്സോ കേസുകളുടെ കാര്യത്തിൽ ഈ സർക്കാരിനുള്ള സമീപനമാണ്. അത് ഞാൻ പാലത്തായി കേസ് മാത്രമല്ല, 2016 മുതൽ 2025 വരെ കേരളത്തിലുണ്ടായിട്ടുള്ള പോക്സോ കേസുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുക. ആ പോക്സോ കേസുകളുടെ ഗതി എന്തായെന്ന് നോക്കുക. നമ്മൾ വാർത്ത പോലും ആവാതെ
ആത്മഹത്യ ചെയ്ത ആളുകൾ വാർത്ത പോലും ആവാതെ ഒരു തവണ പീഡിപ്പിക്കപ്പെട്ട ആളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വിട്ടയക്കപ്പെട്ട അയാളാൽ വീണ്ടും പീഡിപ്പിക്കപ്പെട്ട കഥകളല്ല സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് പോക്സോ കേസുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുറേ കൂടി കടുപ്പമുള്ള ഒരു നിയമമാണ്. ആ നിയമം എന്ന് വെച്ചാൽ അത് ശിക്ഷിക്കപ്പെട്ടാൽ ഇന്ന് കണ്ടല്ലോ ജീവപര്യന്തം എന്നാണ് ശിക്ഷ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോവുക എന്നുള്ളത് പ്രതികൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഊരിപ്പോകാൻ എളുപ്പമെന്ന് പറയാൻ കാരണം ഇതിലെ സാക്ഷി, പ്രധാന സാക്ഷി, വിക്ടിം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ്. പോക്സോ കേസുകളിൽ പ്രധാനമായും ഒരു 95% നടക്കുക അതിലെ പ്രതി എപ്പോഴും ആ കുട്ടിയുടെ അടുത്ത ബന്ധുവോ അധ്യാപകനോ വീട്ടിലുള്ള ആൾ തന്നെയോ അയൽവാസിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ പ്രതികൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വീട്ടുകാരെ തന്നെ സ്വാധീനിച്ച് കുട്ടിയുടെ മൊഴി മാറ്റും. അങ്ങനെയാണ് ഈ കേസുകൾ മൊഴി കേരളത്തിലെ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞ കേസുകൾ പോക്സോ കേസുകളാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ഇത് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരി, ഇത് മിക്കവാറും അയാൾ ഹൈക്കോടതി അപ്പീൽ പോവും, എന്താണെന്ന് മറ്റൊന്ന് കാണാം. കേരളത്തിൽ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞ, നമ്മൾ ഈ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞ കേസുകളെ പറ്റി UAP കേസും മറ്റൊക്കെ നമ്മൾ പറയാറുണ്ട്. ED കേസ് കേരളത്തിൽ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞത് ഈ പറയുന്ന പോക്സോ കേസുകൾക്കാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ സാക്ഷികളെ മൊഴി മാറ്റിക്കുന്നു, അവരെ സമ്മർദ്ദത്തിലാകുന്നു. ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തൊരു കഥയുണ്ട്. ഒരു കുട്ടി, പ്രായപൂർത്തിയാവാത്ത കുട്ടി, ആ കുട്ടി പീഡനത്തിനിരയായി പ്രസവിച്ച് അപ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച ആൾ ഈ കുട്ടിയുടെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരാളാണ്. നേരെ തൊട്ട് ഓപ്പോസിറ്റ്, അടുത്തടുത്താണ് വീടുകൾ. ഈ കുട്ടി കൈക്കുഞ്ഞുമായി, അതിൻ്റെ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം നോക്കാൻ. ഒരു മുത്തശ്ശിയും ഈ പ്രായപൂർത്തിയാവുന്ന കുട്ടിയും ആ കുട്ടി പ്രസവിച്ച കുഞ്ഞുമായി ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഈ പ്രതി അവരെ തൊട്ട് മുമ്പിൽ താമസിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവൻ എന്താണ് ഉറപ്പ്? എന്ത് ഗ്യാരണ്ടിയാണ്? ഇത് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതിന് ഈ കേരളത്തിൽ 2016 മുതൽ 25 വരെ നടന്ന 10 വർഷത്തെ പോക്സോ കേസുകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇതുപോലുള്ള ഒരുപാട് കഥകൾ, ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ. ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളി പീഡിപ്പിച്ചതാണ്. എസ്റ്റേറ്റ് മുതലാളി ഈ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കസ്റ്റഡിയിൽ വെച്ചു. അവിടെ തിരിച്ചു വിട്ടത് ആരുടെ സമ്മർദ്ദപ്രകാരമാണെന്നുള്ള ആരോപണം അന്ന് വന്നിരുന്നു. ഒരു മന്ത്രിയുടെ സമ്മർദ്ദപ്രകാരമാണ്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ സമ്മർദ്ദപ്രകാരമാണ്. ഈ കുട്ടിയെ വീണ്ടും ഇയാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ പത്രങ്ങളുടെ ഒറ്റവരി കോളങ്ങളിലും ചാനലുകളുടെ ഒരു മിനിറ്റ് വാർത്തകളിലും മാത്രം മിന്നി മറിഞ്ഞു പോകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചകളിലൊന്ന് പോലീസിലെ RSS വൽക്കരണം തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, 2 കുട്ടികൾക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ്. അതായിരിക്കും ഏറ്റവും ക്ലിയറിംഗ് ആയിട്ടുള്ളത്. പാലത്തായി കേസ് ഇത് രണ്ടിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. ദിവസം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു മുമ്പ് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന ശ്രീജിത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു. മറ്റൊന്ന് ഈ SP അന്ന് IG ആയിരുന്നു ശ്രീജിത്ത് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ശബരിമലയിൽ അടക്കം ഉണ്ടായിരുന്നു. കൂടെ വേറൊന്ന്, രാഷ്ട്രീയ എതിരാളികളായിരുന്നിട്ട് കൂടി BJPക്ക് ഇളവ് കൊടുക്കുന്ന ഒരു സമീപനം ഈ കേസിലുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഈ 2020 കാലത്ത് തന്നെ അവിടുത്തെ CPMന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു ഘട്ടം കൂടിയിട്ട് ജയരാജൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു, P ജയരാജൻ്റെ. മൊത്തത്തിൽ കണ്ണൂർ പോലൊരു സ്ഥലത്ത് പോലും CPMന് BJPക്ക് BJPയുടെ ഒരു അനുകൂല സമീപനം പുലർത്തേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ P ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ച് എൻ്റെ ഓർമ്മയില്ല. പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൻ്റെ വിധി വന്നപ്പോൾ അതിൽ ആദ്യത്തെ റെസ്പോൺസ് വരുന്നത് P ജയരാജൻ്റെയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഉടനെ തന്നെ ഈ കേസിൻ്റെ നാൾവഴികളെക്കുറിച്ചും സംഗതികളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ CPMനകത്ത് തന്നെ ഒരു ഉണ്ടാകാൻ, എനിക്കിപ്പോൾ സികേഷ് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ അവിടെ CPMനകത്ത് തന്നെ 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ നോക്കൂ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഒരു ഉയർന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസിൽ ഇങ്ങനെ പോക്സോ ഇടാൻ പറ്റില്ല എന്ന് സമർത്ഥിക്കുന്ന, എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ടെലിഫോൺ സംഭാഷണം ഉണ്ടാകുകയും അത് പ്രചരിക്കുകയും ചെയ്യുന്നുള്ള ഗുരുതരമായൊരു സാഹചര്യമാണ്. എന്ന് മാത്രമല്ല, അത് എനിക്ക് തോന്നുന്ന അദ്ദേഹം അങ്ങനെ ഒരു സാധാരണ അതിൽ പറയാൻ പാടില്ലാതെ, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട കേസാകുമ്പോൾ പറയാം, ആ റെഡ് ലൈൻ കടന്നും ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായി, ഇത്രയും സീനിയറായൊരു പോലീസ് ഓഫീസറുടെ കൺവിക്ഷൻ, അയാളുടെ ബോധ്യമല്ല, അയാൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ മാത്രം അയാൾക്കുള്ള ബോധ്യമുണ്ടല്ലോ. ഇതാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കേസ് മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വലിയ സമരങ്ങളുണ്ടായി, ജനകീയ സമ്മർദ്ദമുണ്ടായി, അവസാനം പുതിയ ടീമിനെ ഏൽപ്പിക്കേണ്ടി വരുന്നു. അവരാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ദീർഘമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്.
പക്ഷെ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരുപാട് കൗതുകങ്ങളുണ്ട് അതിനകത്ത്. ഇന്ന് ഈ വിധി പ്രഖ്യാപനത്തിന് ശേഷം ഇങ്ങേരുടെ പ്രതിഭാഗം വക്കീൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ഇവരുടെ ഡിഫൻസായിട്ട് കോടതിക്കകത്ത് തന്നെ ഉയർത്തിയിരിക്കുന്ന ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് മതതീവ്രവാദികളുടെ പരിപാടിയാണെന്ന്. അതെങ്ങനെയാണ്? അതിൻ്റെ ലോജിക്ക് എന്താണ്? മതതീവ്രവാദികൾക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു പരാതിക്കാരിയായി കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അങ്ങനെ നോക്കൂ, അത്രയ്ക്കും ഒരു ബനാന റിപ്പബ്ലിക്കാണോ നമ്മൾ? ഇത് പോലീസ് അന്വേഷിച്ചിട്ട് തെളിവുകൾ സഹിതം ഒരു കുറ്റപത്രം കൊടുത്ത കേസിലാണ് അതിൻ്റെ ഫൈനൽ ഡിഫൻസിലാണ് പറയുന്നത് ഇത് മതതീവ്രവാദികളുടെ ഒരു എന്താണ് അവരുടെ ഒരു കൺസ്ട്രക്റ്റാണ് എന്നുള്ള നിലക്കാണ് അതിൽ കോടതിക്കകത്ത് ഉന്നയിക്കുന്ന ഡിഫൻസ്. പിന്നെ പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ഭാര്യയും മക്കളൊക്കെ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും അതിന് ഉത്തരവാദികളാണ്. ഇത് ഇദ്ദേഹം കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, കോടതിക്കകത്തും പറയുന്നുണ്ട്. കോടതിക്കകത്ത് SDPIയുടെ പേര് മാത്രമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇങ്ങനത്തെ വിചിത്രമായ വാദങ്ങൾ. അതിൽ ഈ വക്കീൽ പറയുന്ന വേറൊരു കാര്യം, ഈ അധ്യാപകനെതിരെ മദ്രസകളിൽ ഫത്വ കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് മദ്രസകളിൽ ഫത്വ കൊടുക്കില്ല. മദ്രസ എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന കേന്ദ്രമല്ല, ഫത്വ കൊടുക്കുന്നത് വലിയ ഈ ഉലമാ ബോഡികളാണ്. മദ്രസ പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പം മദ്രസകളിൽ ഫത്വ കൊടുത്തിരുന്നു. CAAക്ക് അനുകൂലമായിട്ട് ഈ അധ്യാപകൻ ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു, അതിനുള്ള പ്രതികാരമാണ്. ഇങ്ങനെ പലതരം നറേറ്റീവ്സ് ഉണ്ടായി. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഒരു ലേഖനം വായിച്ചു. എന്നുവെച്ചാൽ 2020 ജൂലൈയിലെ കേസരി വാരിക, RSSൻ്റെ മുഖപത്രമായിട്ടുള്ള കേസരി വാരികയിൽ നമ്മുടെ ഇപ്പോഴത്തെ രാജ്യസഭാ MP ഉണ്ടല്ലോ, സദാനന്ദ മാഷ് ഒരു ദീർഘമായ ലേഖനം എഴുതിയിട്ടുണ്ട്. പത്മരാജനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്ന ഇത് തന്നെയാണ്. ഇത് മതതീവ്രവാദത്തിൻ്റെ ഒരു പുതിയ യുദ്ധമുന്നണിയാണെന്നാണ്. ഇസ്ലാമിക മതതീവ്രവാദത്തിൻ്റെ പുതിയൊരു യുദ്ധമുന്നണിയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനാംഗീകാരമുള്ള പൊതുപ്രവർത്തകരെ ആളുകൾക്ക് മുമ്പിൽ ഇടിച്ചു താഴ്ത്തുവാൻ, ഇകഴ്ത്തിക്കാട്ടുവാൻ, അവരെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം കോയിൻ ചെയ്തിട്ടുള്ള അവർ ഡിവൈസ് ചെയ്തിട്ടുള്ള പുതിയൊരു യുദ്ധതന്ത്രമാണിത്. അങ്ങനെയാണ് ഇയാൾക്കെതിരെ ഈ ആരോപണം വരുന്നത് എന്നെല്ലാം സമർത്ഥിച്ചുകൊണ്ടാണ് 4-5 പേജുള്ള ലേഖനമാണ്. അദ്ദേഹം നമുക്കൊരു സീനിയർ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിയാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനത്തെ ഒരു സംഗതി തുടക്കം മുതലേ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇപ്പോൾ പോക്സോ ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പോക്സോ കേസ് പലതരം തെറ്റായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പോക്സോ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിഫൻസ് ഇവർക്ക് ഉന്നയിക്കാമായിരുന്നു. അങ്ങനെയല്ല കോടതിയിൽ ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇന്ന് അദ്ദേഹം കുറേ വേറെ എന്തൊക്കെയോ ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ പ്രതിഭാഗം വക്കീൽ പറയുന്നുണ്ട്. അത് കോടതിക്കകത്ത് പറയേണ്ടതാണ്. ഓഫ് കോഴ്സ് അപ്പീൽ പോകുമ്പോൾ അതൊക്കെ ഇതാക്കാൻ പറ്റും. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു അധ്യാപകനെതിരെ ഒരു കുട്ടി, അത് ഇത്ര 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ കുടുംബവും നിരന്തര സമ്മർദ്ദം ചെലുത്തിയിട്ട് നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തൊരു കേസിൽ വളരെ പെട്ടെന്ന് ഇതിനെ തീവ്രവാദവുമായിട്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട്, ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് കലർത്തി വെക്കുന്ന ഒരു സംഗതി അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കോടതി അതൊന്നും പരിഗണിച്ചില്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. കോടതി അതൊന്നും പരിഗണിച്ചില്ല. കോടതി എനിക്ക് തോന്നുന്നത് കുറ്റപത്രം, അതേപോലെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ അതിന് മുഖവിലെടുത്തുകൊണ്ട് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അധ്യാപകൻ എന്നുള്ള നിലക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറയുമ്പം അത് വലിയ ഉത്തരവാദിത്തമാണെന്ന പോലെ തന്നെ വലിയൊരു അധികാര കേന്ദ്രം കൂടി. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലോവർ ക്ലാസ്സുകളിലെ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അധികാര കേന്ദ്രമാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു അധികാര കേന്ദ്രം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അധികാരിയായി നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും കോടതികൾ പരിഗണിക്കുമല്ലോ. അയാൾക്ക് എങ്ങനെയും സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, സംഭവങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ചിന്തയെ, അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ എല്ലാറ്റിനെയും അവർക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വൈറ്റ് കോളർ റേപ്പിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു ആളാണിത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിടയിലും
കോളർ റേപ്പിസ്റ്റുകൾ ഉണ്ടാവണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂസ് ഫ്ലോറുകളിൽ നിന്ന് ആക്രോശം ഉയരുക എന്നുള്ളതിനെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങ് ഒരു ഗുരുതര സാഹചര്യമാണ്. LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവർ എന്താണ് അത്യധികം ആദരവോടുകൂടി കാണുന്ന അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അരുതായ്മ, അത് എത്ര ചെറുതാകട്ടെ വലുതാവട്ടെ, അത് അനുഭവിച്ചു. ആ കുഞ്ഞിന് നീതി മേടിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം നിൽക്കുവാൻ നമ്മുടെ കോടതി നീതിന്യായ സംവിധാനം ഉയർന്നു വന്നു, രംഗത്ത് വന്നു എന്നുള്ളത് ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ്. അതെ, പല വിധത്തിൽ പോലീസ് അട്ടിമറിക്കാൻ നോക്കിയൊരു കേസ് കൂടിയിട്ടാണ് പാലത്തായി. അതിൽ നീതി നടപ്പായത് ആ കുടുംബത്തിൻ്റെ ഒരു നിയമ പോരാട്ടം കൊണ്ട് കൂടിയിട്ടാണ് എന്ന് നമ്മൾ ഓർക്കണം.